ബിഗ് ബോസ് മലയാളം സീസൺ 7 വലിയൊരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ഷാനവാസും അനുമോളും ചേർന്ന്. ആർക്കെതിരെ? ആര്യനും ജിസയിലും എതിരെയാണ് ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. നിസ്സാര കാര്യം വലിയ പ്രശ്നമാകുന്ന ഒരു വിഷയമാണ് എടുത്തിരിക്കുന്നത്. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. എന്താണെന്ന് ഞാൻ പറയുകയും ചെയ്യാം. അതിനു മുമ്പായി ഇന്നും നടന്ന മറ്റുള്ള സംഭവങ്ങൾ. നമ്മുടെ നിവിനാണ് പുതിയ ക്യാപ്റ്റൻ. അതോടൊപ്പം തന്നെ എല്ലാ കണ്ടസ്റ്റൻസും നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. പുതിയതായിട്ട് വന്ന വൈൽഡ് കാർഡ് ഒഴികെയുള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. ഇന്ന് നൂറ തീയായ ദിവസമായിരുന്നു. ആർക്കെതിരെ? നമ്മുടെ റെന ഫാത്തിമയ്ക്കും റെനയുടെ ഗ്രൂപ്പിനുമെതിരെ തീയായ ദിവസമായിരുന്നു നൂറ. അതോടൊപ്പം തന്നെ നമ്മുടെ മസ്താനിയുടെ ടാർഗറ്റ് രേണു ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ആയിട്ടും രേഖപ്പെടുത്തണം. സോ അനുമോൾ ഇതിനിടയിൽ എന്താണ് വിഷയത്തിലേക്ക് എന്നുള്ളത് ഞാൻ പറയാം. അനുമോൾ 2-3 ദിവസം മുമ്പ് കിറ്റ് കാണാതെ പോയൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ? ഈ കിറ്റ് കാണാതെ പോയ ദിവസം അനുമോൾ ഏകദേശം ഒരു 1 മണി 2 മണി രാത്രി സമയമായിട്ടുണ്ട്. ഈ 2 മണി സമയത്ത് അതായത് ജിസയിലും ആര്യനും ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത്. ഒരു ബെഡിലാണ് അവർ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ജിസയിലിന്റെയും ആര്യന്റെയും ബെഡിലേക്ക് നമ്മുടെ അനുമോള് ആര്യൻ ഇത് എടുത്തിട്ടുണ്ടോ, ഈ കിറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നോക്കാനായിട്ട് ചെല്ലുന്നു. സംഭവം ആ നിമിഷം ഇവർ രണ്ടുപേരും ബ്ലാങ്കറ്റ് ധരിച്ചിരിക്കുകയാണ്. ഈ ബ്ലാങ്കറ്റിന്റെ ഇടയിൽ നോർമൽ ആയിട്ടായിരുന്നില്ല കിടന്നത്. അത് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് പെട്ടെന്നൊരു ഇത് വന്നില്ല. എന്നാലും എല്ലാവരുടെ മനസ്സിലും ഒരു ചെറിയ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനുശേഷം തന്നെ പെട്ടെന്ന് ചാടി എണീറ്റ് ഡ്രസ്സെല്ലാം പ്രോപ്പർലി ആക്കുകയും ചെയ്യുന്നുണ്ട് ആര്? നമ്മുടെ ജിസയില്. ഇത് അത്ര നല്ല ടോപ്പിക് അല്ലാന്ന് എനിക്കറിയാം. പക്ഷെ എന്തായാലും ഇനി മിക്കവാറും ഇത് തീ കത്തുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് നിർവാഹമില്ലാതെ എടുക്കുന്നതാണ്. സോ ഇത് അനുമോൾ അന്ന് തന്നെ നോട്ടീസ് ചെയ്തായിരുന്നു. ആദ്യം അനുമോൾ അവിടെ എത്തി കുറച്ചു നേരം ഒന്ന് നോക്കി നിന്നു. അതിനുശേഷമാണ് ഇവർക്കെതിരെ ആര്യ നീ എന്റെ ഇത് എടുത്തോന്ന് ചോദിക്കുന്നത്. അതായത് നമ്മുടെ അനു ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേ കണക്ക് തന്നെ ഇന്ന് രാവിലെ ലൈവില് നമ്മുടെ ആര്യൻ അപ്പാനി ശരത്തിനോടോ അപ്പാനി ശരത്തിനോടാണ് പറയുന്നതും കേട്ടു. ഞാനും നമ്മുടെ ജിസയിലും തമ്മിൽ കിടക്കുമ്പോൾ ഏത് സമയവും അനു അവിടെ നിന്ന് ദൂരെ നിന്ന് ഫുൾ ടൈം ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കാറുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള 2 രാത്രികളിലും അനു ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തായിരുന്നു. അതായത് ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഇന്ന് ഷാനവാസിന്റെ അടുക്ക ഷെയർ ചെയ്തു. ഷാനവാസിനും ഇതേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഷാനവാസും ആദിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കാണ് അനുമോള് പറയുന്നത് അവർ തമ്മിൽ എന്തോ പരിപാടി അതിനകത്ത് ഉണ്ട്. അതായത് വൾഗാരിറ്റി ആയിട്ടുള്ള തരത്തിലുള്ള എന്തോ സംഭവം അവർ തമ്മിലുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ ആര്യനെതിരെ നമ്മുടെ അനുമോള് പറയുന്നുണ്ടായിരുന്നു, നീ പ്രായത്തിൽ മൂത്ത ചേച്ചിമാരെ വളയ്ക്കാൻ നടക്കുമല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. സംഭവം ആര്യന് എതിരെ ഉറപ്പായിട്ടും അനു ഇത് കണ്ട് കൺഫേം ചെയ്ത കാര്യമാണ്. സോ എന്തായാലും ഇതൊരു വലിയൊരു വിഷയമാകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മലയാളി പ്രേക്ഷകര് വലിയൊരു ചാനലാണ്, ഏഷ്യനെറ്റ് പോലുള്ള വലിയൊരു ചാനലാണ്. സോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള ആക്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസും ഏഷ്യനെറ്റ് ടീമും ഇടപെട്ട് ലാലേട്ടനെ കൊണ്ട് പറയിക്കണം. ഇത്തരത്തിലുള്ള ആക്ടുകളൊന്നും പാടില്ല എന്ന് പറയണം ബിഗ് ബോസ് വീട്ടിനകത്ത്. എന്തായാലും 5 വൈൽഡ് കാർഡുകൾ കയറിയിരിക്കുന്നു. ഇന്ന് രാവിലെ 5 വൈൽഡ് കാർഡുകൾ കയറി. അതിനുശേഷം നമ്മുടെ നിവിൻ ഇന്നത്തെ ക്യാപ്റ്റനായി. വൈൽഡ് കാർഡിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നിവിനാണ് നമ്മുടെ പുതിയ ക്യാപ്റ്റൻ. അതോടൊപ്പം തന്നെ എല്ലാ കണ്ടസ്റ്റൻസും നോമിനേറ്റഡ് ആയി. ഇതിനു മുമ്പ് എനിക്ക് പറയാനുള്ള നമ്മുടെ നോറയും റെനയും തമ്മിലുള്ള ഗംഭീര അടിയായിരുന്നു. നൂറ ഇന്ന് നമ്മുടെ റെന ഫാത്തിമ എടുത്ത് അലക്കിയ ദിവസമായിരുന്നു. അതായത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ പുതിയതായിട്ട് വന്ന വൈൽഡ് കാർഡ്സിന്റെ ഇൻട്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എന്തോ നമ്മുടെ നെവിൻ എന്തോ റെനയെ കയറി ചൊറിയുന്നു. അപ്പൊ നെവിനോട് റെന പറയുന്നു, നീ ഞങ്ങൾ ഗഡ്സ് ഇല്ലാതെ നീ ഇറങ്ങിപ്പോയിടാന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ റെന ഫാത്തിമ, റെനയുടെ സ്വഭാവം അറിയാലോ, ഇവരുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്ന കണക്ക് ചീവിട് കണക്ക് ചിലക്കുന്ന സ്വഭാവമാണ് റെനയ്ക്കുള്ളത്. റെന ഇത് അറ്റാക്ക് ചെയ്യുന്നു. ഉടനെ നമ്മുടെ റെനയെ നമ്മുടെ നൂറ വിളിച്ചതാണ്, നീ സെർലാക്ക് മമ്മിയാണ്, നമ്മുടെ ജിസയിൽ മമ്മിയുടെ സെർലാക്ക് മമ്മിയാണ്, സെർലാക്ക് ബേബിയാണ് എന്നും പറഞ്ഞു പറയുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഉടനെ നീ പൊടി പട്ടിക്കുന്നുണ്ട് റെന നൂറയ്ക്കെതിരെ പറയുന്നു. നൂറ് അപ്പോഴത്തേക്ക് പറയുന്നു, ഞാൻ പട്ടിയാണെങ്കിൽ നീ നായയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരുടെ ഗ്രൂപ്പ് കംപ്ലീറ്റ് അക്ബർ എല്ലാം ഇടപെടുന്നു. അക്ബറിനെതിരെ ഷാനവാസ് ചാടി ഇറങ്ങുന്നു. പിന്നെ അങ്ങ് അടിയും ബഹളവും ആയിരുന്നു. അവസാനം എന്തു പറയുന്നു, നമ്മുടെ നൂറ കടന്ന് കരച്ചിലായി. റെനക്കെതിരെ മാപ്പ് പറയുന്നു. അവര് കെട്ടിപ്പിടിയായി. സംഭവം നമ്മുടെ റെന അനുമോൾക്കെതിരെ എല്ലാ തവണയും ചെയ്യുന്ന പോലെ നമ്മുടെ നൂറക്കെതിരെ ചെന്ന് കയറി കൊടുത്തതാണ്. നൂറ പിടിച്ച് വലിച്ചു കീറി ഒട്ടിച്ചെന്ന് പറയാം. കല വിളിയെന്നും പറഞ്ഞ് എന്റെ അമ്മയെ ഒന്നും പറയണ്ട. പക്ഷെ നൂറ നമ്മുടെ റെന
റെനെ വലിച്ചു കീറി എന്നല്ലാതെ പെട്ടുപോയി എന്ന് പറയുന്നില്ലേ. നൂറ അമ്മ അതിനെയൊക്കെ കൊന്നു വിട്ടിട്ടുണ്ട്. അതിനേക്കാളും വളരെ ആക്റ്റീവാണ് ആക്ച്വലി നമ്മുടെ നൂറ എന്ന് പറയുന്നത്. പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നൊരു ഡൗട്ട് ഉണ്ട്, എന്നാലും തെറ്റിപ്പോകരുത് കേട്ടോ. അങ്ങനെ അതായിരുന്നു മറ്റൊരു സംഭവം നടന്നത്. അതിനുശേഷം നമ്മുടെ ഈ മസ്താനി ആക്ച്വലി രേണുവിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് കേട്ടോ. രേണുവിന് വന്നപ്പോൾ തന്നെ ഒരു കിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, എവിടെ ക്യാമറയിലൊന്നും കാണുന്നില്ലല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഇപ്പൊ രാത്രിയായ സമയത്തും പിടിച്ചിരുത്തി പറയുന്നുണ്ടായിരുന്നു, എന്താണ് സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്, നിങ്ങൾ വിധവയാണോ എന്നൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്ക് ഉടനെ രേണു സുധി പറയുന്നുണ്ട്, ആര് വിധവ, ഞാൻ വിധവയൊന്നും അല്ല, എന്റെ സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല, സുധിച്ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ, കുട്ടികളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഉടനെ മസ്താനിക്ക്, നിങ്ങളുടെ തലയ്ക്ക് എന്തെങ്കിലും ഓളമുണ്ടോ, പിന്നെ നിങ്ങൾ നാക്കെടുത്ത നുണയല്ലേ പറയുന്നത്, നിങ്ങൾ ഇന്റർവ്യൂവിൽ വേറെ എന്തൊക്കെയോ ഹോസ്റ്റലിൽ പോയി കോളേജിൽ പോയി എന്നൊക്കെ പറഞ്ഞു, ഇവിടെ നിങ്ങൾ വേറെ എന്തോ പേഴ്സണൽ സ്റ്റോറി പറഞ്ഞപ്പോൾ വേറെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ മൊത്തം നുണച്ചിയാണ്, നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കാരണമാണ് സ്ക്രീൻ സ്പേസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്, അവിടെ കിടന്ന് ചാടിക്കോ. പക്ഷെ മസ്താനി നല്ല അമ്പ് ഇങ്ങനെ എഴുതിട്ട് കൊടുക്കുമായിരുന്നു. രേണു അതും കിട്ടി അവിടുന്ന് ഓടുകയാണ് ചെയ്തത്. നന്നായിട്ട് പ്രതികരിക്കാനൊന്നും കിട്ടുന്നില്ല. ഇല്ലോജിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും പറഞ്ഞ് സുധിച്ചേട്ടാ എന്നുള്ള രീതിയിൽ നിന്ന് അത് മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് പറയാണ്. പക്ഷെ അതൊരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മെയിൻലായിട്ട് നടന്നത് എന്താണ്, നമ്മുടെ അക്ബറും ഷാനവാസുമായിട്ടുള്ള അടി, ഇതൊക്കെയായിരുന്നു പിന്നീട് നടന്നത്. ഇനി നാളെ എന്തായാലും ഓണാഘോഷമാണ് നടക്കാൻ പോകുന്നത്, എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോ വീണ്ടും പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ഗുഡ് നൈറ്റ്, ബൈ.